നമസ്കാരം. ഇന്ന് അതിവിശേഷപ്പെട്ട ഏകാദശിയാണ്. ഇന്നേ ദിവസം ഭഗവാനുമായി ബന്ധപ്പെട്ട് പറയുകയാണ് എങ്കിൽ, ഏകാദശിയുമായി ബന്ധപ്പെട്ട് പറയുകയാണ് എങ്കിൽ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്ന് തന്നെ പറയാം. മറ്റ് നക്ഷത്രക്കാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഇന്നേ ദിവസം വളരെയധികം സൗഭാഗ്യങ്ങൾ തേടിയെത്തും. വരുന്ന 2 ദിവസം ഈ സൗഭാഗ്യങ്ങൾ നിലനിൽക്കുക തന്നെ ചെയ്യും. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും എന്തെല്ലാം സൗഭാഗ്യങ്ങൾ ഭഗവാൻ ഇവർക്ക് നൽകി കടാക്ഷിക്കും എന്നുകൂടി ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം ഏകാദശിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ പൂജകളിൽ, ഏകാദശി പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ഭഗവാനിൽ നിന്നും ലഭിക്കുന്ന ദിവസങ്ങളാണ് ഇത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ തേടിയെത്താം. കുടുംബസൗഖ്യം ഭഗവാനുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ വന്നു ഭവിക്കാം. കൂടാതെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ഭവിക്കും. സുഹൃത്തുക്കളിൽ നിന്നും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പിന്തുണ ലഭിക്കുകയും ആ കാര്യങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കുവാനും ഇരട്ടി സൗഭാഗ്യങ്ങൾ തേടിയെത്തുവാനും അത് സഹായകരമായി തീരും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ വാർത്തകൾ തേടിയെത്താം. സന്താനങ്ങൾ നിങ്ങളുടെ ശ്രേയസ് വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. കൂടാതെ ഈ സമയം നിങ്ങൾ തൊഴിൽപരമായി നോക്കുകയാണ് എങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്ന സമയം തന്നെയാകുന്നു. എന്നാൽ ഭാവാധിപന്, 2ാം ഭാവാധിപന് മൗഢ്യവും വക്രവും തുടരുകയാൽ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ടതാകുന്നു. പണം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധയോടെ തന്നെ കൈകാര്യം ചെയ്യണം. എന്നിരുന്നാൽ പോലും ഭഗവാന്റെ കടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം. ഈ സമയം ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സമയമാണ് ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ വരുന്ന 3 ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുവാൻ സാധിക്കുക. 11ാം ഇടത്തിലെ ആദിത്യശനി സഞ്ചാരം ഗുണമരുളുകയും ചെയ്യും. ഇരട്ടി നേട്ടങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ബുധനും കൂടി അവിടേക്ക് സഞ്ചരിക്കുമ്പോൾ കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭങ്ങൾ വർദ്ധിക്കുന്നതുമാണ്. ഈ സമയം നിങ്ങൾക്ക് ഭഗവാന്റെ കൃപാകടാക്ഷം ഉള്ളതിനാൽ തന്നെ തൊഴിൽപരമായി അവസരങ്ങൾ വന്നു ചേരാം. പിതൃസ്വത്തുക്കൾ സംബന്ധിച്ച് അനുകൂലമായി വിധി സമ്പാദിക്കുവാൻ സാധിക്കാം. ഉദ്യോഗക്കയറ്റത്തിനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ വിദേശത്തേക്ക് പോകുവാനുള്ള ചില കാര്യങ്ങൾ അനുകൂലമാകാം. പരീക്ഷകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. സാഹസികമായ ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. നവസംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള അവസരങ്ങൾ സിദ്ധിക്കുക തന്നെ ചെയ്യും. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുക. ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് അനുഭവങ്ങൾ അനുകൂലമായി തീരും. വളരെ അനുകൂലമായ കാര്യങ്ങൾ തന്നെ സംഭവിക്കും എന്ന് തന്നെ പറയാം. ചില കാര്യങ്ങളിൽ വളരെയധികം പരിശ്രമിച്ച് ഫലം ലഭിക്കാത്തതായ കാര്യങ്ങൾക്ക് ഇപ്പോൾ ശ്രമിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ ഫലം സിദ്ധിക്കുന്ന അവസരങ്ങളാണ് വന്നു ചേരുക. കൃത്യമായി ആസൂത്രണം നടത്തുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്ന് ഭവിക്കാം. ഉന്നത അധികാരികളുമായി ബന്ധപ്പെട്ട് പ്രോത്സാഹനം വന്നു ചേരാം. തൊഴിൽപരമായി നിങ്ങൾക്ക് ഉയർച്ച വന്നു ചേരും. മാനസികമായ സമ്മർദ്ദം നിങ്ങളിൽ വന്നു ചേരാം. തൊഴിൽപരമായ യാത്രകൾ വേണ്ടിവരും. അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ഗൃഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഈ സമയം ഗൃഹം പണിയുവാനുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട് ശുഭകരമായ തീരുമാനങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ആത്മീയ യാത്രകളുമായി ബന്ധപ്പെട്ടും അവസരങ്ങൾ വന്ന് ഭവിക്കാം. ശുഭകരമായ സമയമാകുന്നു. ഭഗവാന്റെ കടാക്ഷമുണ്ട്. തീർച്ചയായും ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം
6-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ കൂടുതൽ ഗുണദാതാക്കളായി നിൽക്കുന്ന ഒരു അവസരമാണ് ഇത്. ഈ സമയം ഭഗവാന്റെ കൃപാകടാക്ഷം കൂടി നിങ്ങളിൽ വന്ന് ഭവിച്ചിരിക്കുന്നതിനാൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. കൂടാതെ 6-ാം ഇടമായ കുംഭം രാശിയിൽ സൂര്യനും ശനിയും സഞ്ചരിക്കുന്നതിനാൽ നിങ്ങൾക്ക് അംഗീകാരവും അതേപോലെ സ്നേഹവാത്സല്യങ്ങളും ഇരട്ടിക്കുന്ന സമയം കൂടിയാകുന്നു. ഈ സമയം പ്രത്യേകിച്ചും ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ഭൂമിയിൽ നിന്നും ആദായം വർദ്ധിക്കും. ചിന്താശക്തി വർദ്ധിക്കുക തന്നെ ചെയ്യും. കലാകാരന്മാരുമായി ബന്ധപ്പെട്ട് അനുകൂലമാണ് സമയം. 5-ാം ഭാവത്തിലെ ശുക്രസ്ഥിതി കലാകാരന്മാർക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകും. കൂടാതെ നിങ്ങൾക്ക് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും പെട്ടെന്ന് ഉയർച്ച നേടുവാൻ സാധിക്കും. യാത്രകൾ കൊണ്ട് ഉദ്ദേശിച്ച ഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇത്തരത്തിൽ അനുകൂലമാണ് നിങ്ങളുടെ സമയം. ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ പെട്ടെന്ന് തന്നെയാണ് നേട്ടങ്ങൾ വന്നു ചേരുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ ഇവർക്ക് നേട്ടങ്ങൾ ഇരട്ടിക്കുന്ന ഒരു സമയം തന്നെയാണ്. കൂടാതെ ഉച്ചക്ഷേത്രത്തിൽ ചൊവ്വയും ഒപ്പം ശുക്രനും 11-ാം ഭാവത്തിലായി സഞ്ചരിക്കുകയാൽ ലൗകികമായ സുഖങ്ങളും നേട്ടങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. വസ്തു കച്ചവടവുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ നീങ്ങുക തന്നെ ചെയ്യും. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അവർക്ക് ജോലി സംബന്ധമായ ഉയർച്ച, അതേപോലെ തന്നെ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന നിരവധിയാർന്ന അവസരങ്ങൾ വന്നു ചേരുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. പ്രണയികൾക്ക് അനുകൂലമാണ് സമയം. കച്ചവടവുമായി ബന്ധപ്പെട്ട് ആദായം വർദ്ധിക്കുന്ന അവസരം കൂടിയാണ് ഇത്. മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ കർമ്മരംഗത്ത് പെട്ടെന്ന് ഉയർച്ച നേടുവാൻ സാധിക്കും. കൂട്ടുത്തരവാദിത്തങ്ങൾ വന്നു ചേരാം. തൊഴിൽ സഞ്ചാരങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായി ഭവിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കിടപ്പ് രോഗികൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരാം. ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവസരമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഉത്രട്ടാതി നക്ഷത്രക്കാർ ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ പെട്ടെന്ന് ഉയർച്ച നേടുവാൻ സാധിക്കുന്ന അവസരമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക.